നമസ്കാരം. ഇന്ന് വിശുദ്ധ ബൈബിളിൽ ഏലിശ പ്രവാചകൻ ചെയ്ത ഒരു അത്ഭുത പ്രവൃത്തി നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. ഒരു അടിമപ്പെണ്ണ് ദൈവത്തിനു വേണ്ടി സംസാരിക്കുന്നതാണ് ഇതിലെ പ്രതിപാദ്യം. ഇസ്രായേല്യരെ പോലെ മറ്റു ജനതകളെയും ദൈവം പരിപാലിക്കുന്നു എന്ന് കാണിക്കുന്നതാണ് ഈ സംഭവം. സിറിയൻ സൈനിക മേധാവിയായിരുന്നു നയമാൻ. അവൻ ഒരു വലിയ പടയാളിയായിരുന്നു. സിറിയൻ രാജാവ് നയമാനിൽ അഭിമാനം കൊണ്ടു. ഇസ്രായേലിനുള്ള യുദ്ധം ജയിക്കുന്നതിന് യഹോവ നയമാനെ സഹായിച്ചു. എന്നാൽ അവൻ ഗുരുതരമായ ത്വക്ക് രോഗത്താൽ കഷ്ടപ്പെട്ടിരുന്നു. ഇസ്രായേലരുമായുള്ള യുദ്ധത്തിൽ സിറിയക്കാർ ഒരു ഇസ്രായേലിയ പെൺകുട്ടിയെ അടിമയാക്കി കൊണ്ടുവന്നിരുന്നു. അവൾ നയമാൻ്റെ ഭാര്യയുടെ ഭർത്തിയായി ജോലി ചെയ്തു. ഒരു ദിവസം അവൾ തൻ്റെ യജമാനത്തിയോട് പറഞ്ഞു, യജമാനൻ ശമരിയയിലെ പ്രവാചകൻ്റെ അടുത്ത് പോയാൽ വളരെ നല്ലതായിരുന്നു. എങ്കിൽ അദ്ദേഹം യജമാനൻ്റെ രോഗം സുഖമാക്കുമായിരുന്നു. നയമാൻ സിറിയൻ രാജാവിനോട് ഈ പെൺകുട്ടി പറഞ്ഞ കാര്യം പറഞ്ഞു. അപ്പോൾ രാജാവ് പറഞ്ഞു, ഈ എഴുത്തും കൊണ്ട് ഇസ്രായേൽ രാജാവിൻ്റെ അടുത്തു പോകാം. അങ്ങനെ നയമാൻ വെള്ളി, സ്വർണം, വിലയേറിയ വസ്ത്രങ്ങൾ എന്നിവ സമ്മാനമായി കരുതി യാത്രയായി. ഈ എഴുത്ത് എൻ്റെ സേനാധിപൻ നയമാനെ പരിചയപ്പെടുത്തുന്നതിനാണ്. നീ അവൻ്റെ രോഗം സുഖപ്പെടുത്തണം എന്നതായിരുന്നു ആ എഴുത്തിൻ്റെ ഉള്ളടക്കം. ഇസ്രായേൽ രാജാവ് കത്ത് വായിച്ച് ഭയപ്പെട്ടു പോയി. ഞാൻ ഈ മനുഷ്യനെ സുഖമാക്കുമെന്ന് സിറിയൻ രാജാവിന് എങ്ങനെ കരുതുവാൻ കഴിയും? ഞാൻ ദൈവമാണെന്നാണോ അദ്ദേഹം വിചാരിക്കുന്നത്? എനിക്ക് ജീവൻ്റെ മേലും മരണത്തിന്മേലും അധികാരമുണ്ടോ? ഇത് എന്നോട് വഴക്കുണ്ടാക്കാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. ഇസ്രായേൽ രാജാവ് പറഞ്ഞു. സംഭവം എലീശ അറിഞ്ഞപ്പോൾ അദ്ദേഹം രാജാവിനൊരു സന്ദേശം എത്തിച്ചു. നീ എന്തിനു വിഷമിക്കുന്നു? ആ മനുഷ്യനെ എൻ്റെ അടുക്കൽ അയക്കുക. ഇസ്രായേലിൽ ഒരു പ്രവാചകനുണ്ടെന്ന് ഞാൻ അവന് വെളിപ്പെടുത്തും. നയമാൻ തൻ്റെ കുതിരകളും രഥങ്ങളുമായി യാത്രയായി. അവൻ എലീശയുടെ വാതുക്കലെത്തി. എലീശ ഒരു ഭൃത്യനെ അയച്ചു, പോയി യോർദാനിൽ 7 പ്രാവശ്യം മുങ്ങുക, അപ്പോൾ നിനക്ക് സൗഖ്യം ലഭിക്കുമെന്ന് പറയിച്ചു. പക്ഷേ നയമാൻ കോപിഷ്ഠനായി. അവൻ വന്ന് എൻ്റെ സൗഖ്യത്തിനായി യഹോവയായ ദൈവത്തോട് പ്രാർത്ഥിക്കുമെന്നും എൻ്റെ മേൽ കൈവീശി സുഖപ്പെടുത്തുമെന്നല്ലേ ഞാൻ ചിന്തിച്ചത്? ഇസ്രായേലിലെ എല്ലാ നദികളെക്കാളും ശുദ്ധമല്ലേ എൻ്റെ രാജ്യത്തിലെ നദികൾ? ഞാൻ അവിടെ മുങ്ങി ശുദ്ധനായിക്കൊള്ളാം, നയമാൻ പറഞ്ഞു. അപ്പോൾ ഒരു പരിചാരകൻ അയാളെ തടഞ്ഞു. യജമാനനെ, പ്രവാചകൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം പറഞ്ഞിരുന്നെങ്കിൽ അങ്ങ് അനുസരിക്കുമായിരുന്നില്ലേ? എങ്കിൽ പിന്നെ എന്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞതുപോലെ നദിയിൽ മുങ്ങി സൗഖ്യം പ്രാപിച്ചുകൂടാ? അങ്ങനെ നയമാൻ യോർദാൻ നദിയിലേക്ക് പോയി. എലീശ പറഞ്ഞതുപോലെ 7 പ്രാവശ്യം മുങ്ങി പരിപൂർണ സൗഖ്യം നേടുകയും ചെയ്തു. ശരീരം ശക്തി പ്രാപിച്ചു. ഒരു കുട്ടിയുടെ ശരീരം പോലെ മൃദുലതയും ശക്തിയും അവന് ലഭിച്ചു. അവൻ തൻ്റെ കൂടെ വന്നവരെയും കൂട്ടി എലീശ പ്രവാചകൻ്റെ അടുത്തേക്ക് മടങ്ങിച്ചെന്നു പറഞ്ഞു, ഇസ്രായേലിൻ്റെ ദൈവത്തെ പോലെ മറ്റൊരു ദൈവമില്ലെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി. ഇത് എലീശ പ്രവാചകൻ ചെയ്ത ഒരു അത്ഭുത പ്രവൃത്തി. ദൈവത്തിൻ്റെ സഹായത്താൽ ചെയ്ത ഈ അത്ഭുത പ്രവൃത്തി ഇത്രമാത്രം. നന്ദി, നമസ്കാരം.